ശരിക്കും ഞാൻ ജീവിക്കുകയായിരുന്നു. ഞാനായിട്ട് നിൽക്കുമായിരുന്നു അവിടെ. ഗെയിം എൻ്റെ ഗെയിമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം എന്ന് പറയാൻ പറ്റില്ല അതിനെ. ഞാൻ ശരിക്കും ജീവിക്കുകയായിരുന്നു കേട്ടോ. നമുക്കറിയാത്ത ഒത്തിരി പേരുണ്ട് അതിനകത്ത്, അറിയാവുന്നവരുണ്ട്. അപ്പം അവരുടെ കൂടെ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ദിവസം കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. വഴക്കുണ്ടാവും, സന്തോഷം കാണും, ഒത്തിരി ഒത്തിരി അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്നത് തന്നെയാണ് സത്യം. അത് നമ്മൾ പുറത്ത് ലോകത്ത് ഈ ക്യാമറയിൽ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. 78-80 ബിഗ് ബോസിന് ശേഷം എന്താ അനിമോളുടെ വിശേഷങ്ങളും പിന്നെ ബിഗ് ബോസിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു ലൈവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബിഗ് ബോസിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിന്നിട്ടുള്ളത്. എൻ്റെ നെഗറ്റീവുകളും പോസിറ്റീവുകളുമാണ് പ്രേക്ഷകർ കണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണെന്നൊക്കെയാണ് അനിമോൾ ലൈവിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. ജനങ്ങളുടെ സപ്പോർട്ടും വോട്ടും കാരണമാണ് ബിഗ് ബോസിൽ തനിക്ക് കപ്പ് നേടാൻ സാധിച്ചതെന്നും നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട്. ശേഷം അനിമോൾക്ക് മൂക്കിനൊരു സർജറി ഉണ്ടെന്നും ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ അത് അനിമോളോട് പറഞ്ഞിരുന്നുവെന്നും അനിമോൾ പങ്കുവയ്ക്കുന്നുണ്ട്. 1 മാസം റൂമിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സർജറി ചെയ്യാതിരുന്നതെന്നും ബിഗ് ബോസിന് ശേഷം ചെയ്യാമെന്ന് കരുതിയതാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിന് ശേഷം തനിക്ക് ഡോക്ടറെ കാണാൻ സമയം കിട്ടിയില്ലെന്നും മറ്റു പല തിരക്കുകൾ കാരണം അത് പിന്നീടത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നതുമാണ് അനിമോൾ ലൈവിൽ പറയുന്നത്. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ താൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലൊക്കെ അതിനുശേഷം സർജറിയെക്കുറിച്ച് ആലോചിക്കണമെന്നും താരം പങ്കുവയ്ക്കുന്നുണ്ട്. നാളെ ഞാൻ ദുബായിലേക്ക് പോവുകയാണെന്നും അതുപോലെ തന്നെ അടുത്ത 1 മാസത്തേക്ക് ഞാനിനി ദുബായിലായിരിക്കുമെന്നും അനിമോൾ പറയുന്നുണ്ട്. ഒരുപാട് കൊച്ചുകുട്ടികൾ തനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തെന്നും അതുപോലെ തന്നെ ഗൾഫിലുള്ളവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തെന്നും അനിമോൾ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നീട് നമ്മളെല്ലാവരും ബിഗ് ബോസിൽ കണ്ട പ്ലാച്ചിയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്ലാച്ചി ഒരുപാട് കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടമാണെന്നും അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസിന് പോകുമ്പോൾ ഒരുപാട് പേര് പ്ലാച്ചിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്നും എന്താണ് കൊണ്ടുവരാത്തതെന്നും ഒക്കെ തിരക്കിയിട്ടുണ്ടെന്നും അനിമോൾ പറയുന്നുണ്ട്. പിന്നീട് പ്ലാച്ചിയെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അനിമോൾ ചെയ്യുന്നുണ്ടെന്നും അനിമോൾ പറയുന്നു. ഇന്ന് നെഗറ്റീവ് പറയാന്ന് വെച്ചാൽ നാളെ പോസിറ്റീവ് പറഞ്ഞേക്കാം, നാളെ പോസിറ്റീവ് പറയാന്ന് വെച്ചാൽ നെഗറ്റീവും പറഞ്ഞേക്കാം. അതിലൊന്നും കാര്യമില്ലെന്നും താൻ അതിലൊന്നും വിഷമിക്കുന്നില്ലെന്നും അനിമോൾ പറയുന്നുണ്ട്. അത് നോക്കിയിരുന്നാൽ ലൈഫ് മുന്നോട്ട് പോകത്തില്ല, പറയുന്നവർ പറഞ്ഞോട്ടെ എന്നാണ് അനിമോൾ പറയുന്നത്. പിന്നീട് ഒരാൾ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്, പ്ലാച്ചി സ്റ്റോർ തുടങ്ങുന്നതിനെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിമോൾ പറയാണ്, പ്ലാച്ചി സ്റ്റോർ തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്, അതെന്തായാലും ഉടനെ തന്നെ കാണും, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നെ പറയുന്നതായിരിക്കും എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട്. ഒരുപാട് പേര് അനുവിൻ്റെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് സൂപ്പർ കോയിൻസ് ആയിട്ടും പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അനിമോൾക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അനിമോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വേണ്ട, പൈസയൊന്നും ആരും അയക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാനൊരു വിന്നറാകുമെന്ന്, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വിന്നറാകണമെന്ന്. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കാരണമാണ് ഞാനിവിടെ ഈ കപ്പ് കൊണ്ട് നിൽക്കുന്നത്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ടെന്ന് അനിമോൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അനിമോളുടെ ലൈവിലൂടെ പറയുന്നത്. ഇതുപോലത്തെ കൂടുതൽ സെലിബ്രിറ്റി അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.